അങ്ങനെ പുണ്യം നിറഞ്ഞ ബറാഅത്ത് രാവൊക്കെ കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ കാത്തിരിക്കുന്നത് പരിശുദ്ധമായ റമദാൻ മാസത്തെയാണ്. എത്രയോ ദിനങ്ങളിലായി നമ്മളിങ്ങനെ ദുആ ചെയ്യാണ്, പടച്ചോനെ റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ, കരഞ്ഞു കരഞ്ഞ് ദുആ ചെയ്യുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. ഈ റമദാൻ നമുക്ക് കിട്ടിയിട്ട് റമദാൻ നമുക്കെതിരായി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ എത്രമേൽ അപകടകരമായിരിക്കും അത്. നാളെ പരലോകത്ത് നിന്നിട്ട് പടച്ചോനെ ഇവനെ നീ നരകത്തിലേക്ക് വലിച്ചെറിയണേ അല്ലാന്ന് റമദാൻ അള്ളാനോട് പറയുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം എത്രമേൽ അപകടകരമാണ്. ഒരു സംഗതി നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമ്മുടെ റമദാൻ നമുക്കെതിരായി പോകും. അതുകൊണ്ട് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ റമദാനിലേക്ക്. ഈ ശഅബാൻ അങ്ങ് തീരും മുൻപ് റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങണം നമുക്കൊന്ന് പഠിക്കാം. അതുമാത്രമല്ല, അത്ഭുതം നിറഞ്ഞൊരു പ്രാർത്ഥന കൂടെ ഉണ്ട്. ഈ ദുആ ചൊല്ലിയാൽ നമ്മളും നമ്മുടെ ഭാര്യയോ ഭർത്താവോ മക്കളോ എല്ലാവരും നന്നാകാൻ പോലും അത് കാരണമാകും. മക്കൾ നന്നാകുന്നില്ല ഉസ്താദേ, ഭർത്താവും ഭാര്യയും സ്നേഹമില്ല ഉസ്താദേ എന്നൊക്കെ സങ്കടം പറഞ്ഞ ആളുകളുണ്ട്. ഈ ദുആ നിങ്ങൾ മനസ്സറിഞ്ഞ് ചൊല്ലിക്കോ. അക്കൂട്ടത്തിലൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കണം. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എവിടെ പുഞ്ചിരിച്ചൊരു ഹന്ത് പറഞ്ഞ് നേരം വെളുത്തിട്ടൊരു ചിരിയൊക്കെ അങ്ങോട്ട് വിടരട്ടെ. എവിടെ ചിരിക്കങ്ങട് മാഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഹംദിൻ്റെ ഫലമെന്നോണം മായാതെ ഈ പുഞ്ചിരി നിലനിൽക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഹംദിങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞിട്ട് ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങൾ സംഭവിച്ച ആളുകളുടെ കമൻറ്റുകൾ, മെസ്സേജുകൾ നമ്മൾ എല്ലാ ദിവസവും കാണുകയാണ്, വായിക്കുകയാണ്. അൽഹംദുലില്ലാ. അതുപോലെ നല്ല നല്ല അനുഭവങ്ങൾ ഈ ഹംദിലൂടെ ആസ്വദിക്കാൻ റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എന്താ നമ്മൾ നിരന്തരം ഇപ്പോൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ചോനെ റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്തിട്ട് ആ റമളാനിനെ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ അല്ലാ. റമളാനിന് മുമ്പ് ഞങ്ങളെ റൂഹ് പിടിക്കല്ലേ അല്ലാ. റമളാനിന് മുൻപ് ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. വല്ലാത്തൊരു പ്രാർത്ഥന നമ്മൾ നടത്തുകയാണ് അല്ലേ? സ്വഹാബത്ത് റമളാൻ വരുന്നതിന് 6 മാസം മുമ്പ് കരയാൻ തുടങ്ങും. പടച്ചോനെ ഞങ്ങളെ മരിപ്പിക്കല്ലേ റമളാനിന് മുമ്പ്, റമളാനിലേക്ക് എത്തിക്കണേ. അത്രമേൽ അത്ഭുതമാണ് റമളാൻ. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അള്ളാൻ്റെ ഖുർആൻ ഇറക്കപ്പെട്ട മാസമല്ലേ റമളാൻ. അപ്പോൾ റമളാനിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ സമയമാണ്. അള്ളാഹ് പറഞ്ഞത് എന്താ? അസ്യാമുലി, നോമ്പ് എനിക്കുള്ളതാണ്. റമളാനിലെ നോമ്പേ എനിക്കുള്ളതാണ്. അപ്പോൾ പടച്ചോനുള്ള നോമ്പ് പിടിച്ചിട്ട് പടച്ചോനിലേക്ക് അടുക്കേണ്ട ഏറ്റവും മനോഹരമായ നിമിഷമല്ലേ റമളാൻ. ആ റമളാൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കാര്യം വലിയ കഷ്ടല്ലേ. അപ്പോൾ നമ്മൾ ഭാഗ്യമുള്ളവരാണോ ഇല്ലാത്തവരാണോ എന്ന് നമുക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ മഹാഭാഗ്യമുള്ള മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ നനച്ചുകുളിയൊക്കെ നടത്തിയില്ലേ? ഇപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നനച്ചുകുളി എന്നൊന്നും പറയില്ല, വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക. മലബാർ ഏരിയയിലാണ് നനച്ചുകുളി എന്നൊക്കെ പറയുന്നത്. ബറാത്തിന് മുമ്പ് തന്നെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി, പലരും വീടിന് പെയിൻ്റൊക്കെ അടിച്ചു, പെർഫ്യൂമൊക്കെ അടിച്ചു. അതായത് നല്ല സുഗന്ധമുള്ളിടത്ത് മലക്കുകൾ അവിടെ തിങ്ങി നിൽക്കുന്നതാണ്. മലക്കുകൾ ഓടി വരും അങ്ങോട്ട്. എന്നാൽ ദുർഗന്ധമാണ്, മോശം ഗന്ധാണ്, വേസ്റ്റിൻ്റെ ഗന്ധാണ്, അത് പിശാചിൻ്റെ സങ്കേതമായി മാറും. അത് ഹദീസിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയൊക്കെ ഇടയിൽ നമ്മുടെ വീട്ടിൽ അല്പമാണെങ്കിലും സുഗന്ധം പുകയ്ക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. മലക്കുകളുടെ ഏറ്റവും തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളായി നമ്മുടെ വീടുകൾ മാറണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിനേക്കാളൊക്കെ ഒരുക്കേണ്ട ഒരു സംഗതി ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇല്ലേ? വീടും പരിസരമൊക്കെ നിങ്ങൾ ഒരുക്കിയതുപോലും അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ വേറൊരു സാധനം ഒരുക്കണം. എന്താണ് ആ സാധനം? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, അത് നമ്മുടെ ഖൽബാണ്. അൽ ഖൽബു അർശുല്ലാഹി ദുൽ ഇംകാനി വബൈതുഹുൽ മഅമൂറു ഫിൽ ഇൻസാനി. എടോ, മുഅ്മിനായ മനുഷ്യൻ്റെ ഖൽബേ അള്ളാഹിൻ്റെ അർശാണ് എന്നാണ് എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മുടെ കൽബ് എന്തായാലും അള്ളാൻ്റെ അർശല്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. കാരണം എന്താ? നമ്മൾ മുഅ്മിനീങ്ങളായിട്ടില്ല. നമുക്ക് മുഅ്മിനാകണ്ടേ? അതിന് വേണ്ടൊരു സാധനമാണ് തഖ്വ എന്ന് പറയുന്നത്. ഈ തഖ്വ എന്ന് പറയുന്ന സംഗതി കൽബിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാതെ റമളാൻ നമുക്ക് കിട്ടൂല, റമളാൻ നമുക്ക് ഉപകരിക്കില്ല. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നനച്ചുകുളി നടത്തി വീടൊക്കെ ക്ലീനാക്കിയതുപോലെ ഈ കൽബൊന്ന് നനച്ചുകുളി നടത്തിയിട്ട്
തഖ്വ കൊണ്ട് അവിടെ അമല് ചെയ്യണം. തഖ്വ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. പടച്ചോൻ തഖ്വയുള്ളവരുടെ ഇബാദത്ത് മാത്രമേ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ടല്ലേ ഫവൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം എന്നാണ് പറഞ്ഞത്, നിസ്കരിക്കാത്തവർക്കല്ല. നിസ്കരിക്കാത്തവരെന്തായാലും നരകത്തിൻ്റെ അടിത്തട്ടിലാണല്ലോ. പക്ഷെ നിസ്കരിക്കുന്നവർക്ക് നാശം. എങ്ങനെയുള്ള നിസ്കാരം? തഖ്വയില്ലാത്ത നിസ്കാരം, കൽബിൽ അല്ലാഹ് ഇല്ലാത്ത നിസ്കാരം. ആ നിസ്കാരം കൊണ്ട് നാശം കിട്ടുള്ളൂ. അപ്പോൾ അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ തഖ്വ കൊണ്ട് കൽബ് കഴുകണം, തഖ്വ കൽബിൽ വേണം, എങ്കിലേ അള്ളാഹു സ്വീകരിക്കൂ. നമ്മളെപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണമില്ലേ, നിങ്ങൾക്ക് ബിരിയാണി നല്ല ഇഷ്ടമല്ലേ, നല്ല കിഡിലൻ. നമ്മുടെ കോഴിക്കോട് റഹ്മത്ത് ഹോട്ടലിൽ പോയിട്ട് ഒരാൾ ബിരിയാണി മേടിച്ചു. വേണ്ട, ഇനിയിപ്പോൾ അതൊരു കലാപമാകും. കോഴിക്കോട് ഏതോ ഒരു ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി വാങ്ങി, ബിരിയാണി മേടിച്ചു. നല്ല ആർത്തിയോടെ ബിരിയാണി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാതെ നല്ല ചിക്കൻ്റെ ലെഗ് പീസൊക്കെ എടുത്ത് ഇങ്ങനെ കടിച്ചിരിക്കുമ്പോൾ വായിൽ എന്തോ കിടന്ന് നുളയുന്നു. ആ പീസ് പുറത്തോക്കി എടുക്കുമ്പോൾ 2 പുഴു നമ്മൾ നോക്കി ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നത് കണ്ടാൽ ആ ബിരിയാണിയോട് നിങ്ങൾക്ക് പിന്നെ വല്ല സ്നേഹം തോന്നുമോ? ആ ബിരിയാണി നിങ്ങൾ ബാക്കി കഴിക്കുമോ? അതായത് പുഴുവുള്ള ബിരിയാണി നിങ്ങൾ കഴിക്കൂല, പുഴുക്കത്തുള്ള ഇബാദത്തൊക്കെ പടച്ചോൻ നിങ്ങൾ സ്വീകരിച്ചോളണം അല്ലേ? ഞാൻ എൻ്റെ നഫ്സിനോടാണ് ആദ്യം പറയണത്. നിങ്ങൾ പുഴുവുള്ള ബിരിയാണി കഴിക്കൂല, എന്നാൽ നിങ്ങളുടെ നിസ്കാരത്തിൽ അല്ലാഹ് ഇല്ല, ദുനിയാവ് മുഴുവനുണ്ട്, വീട്ടിലെ പണിയുണ്ട് ഇല്ലേ? നമ്മൾ അടുപ്പത്ത് കഞ്ഞി തിളക്കാൻ വെക്കും, എന്നിട്ട് കഞ്ഞി തിളക്കാൻ വെച്ചുകൊണ്ട് ഓടി വന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പടച്ചോനെ തിളച്ചിട്ടുണ്ടാവോ? അർറഹ്മാൻ റഹീം തിളച്ചിട്ടുണ്ടാവോ? മാലിക് യൗമിദ്ദീൻ തിളച്ചിട്ടുണ്ടാവോ? ഇങ്ങനത്തെ നിസ്കാരമാണ് നമ്മുടെ നിസ്കാരം. ഇത് ഏതുപോലെയാണ്? നല്ല കോഴിക്കോടൻ ബിരിയാണിയിൽ പുഴു ഇട്ട് തരണ പോലെയാണ് അള്ളാഹ്ക്ക് പുഴുക്കത്തുള്ള ഇബാദത്ത് നമ്മൾ കൊടുക്കുന്നത്. അള്ളാഹ് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ നമ്മൾ റമദാൻ കിട്ടിയിട്ടേ നമ്മുടെ നോമ്പോ നിസ്കാരമോ സക്കാത്തോ തറാവീഹോ ഒന്നും അള്ളാഹ് സ്വീകരിക്കണില്ലെങ്കിൽ അതിൻ്റെ അപകടത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എത്ര വലിയ അപകടമാണത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ വന്ന് ദ്വാരക്കുന്നില്ലേ? എന്താ പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം? റമദാൻ കിട്ടിയിട്ട് ഒരാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നശിച്ചു പോട്ടെ അവൻ. മുത്തുനബി ആമീൻ. ആരാ ദ്വാരക്കണേ? ജിബ്രീല. ആമീൻ പറയുന്നത് ആരാ? ലോകത്തിൻ്റെ നേതാവ് അള്ളാൻ്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളല്ലേ. അപ്പം തഖ്വ വേണം. ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് എന്ന് പറഞ്ഞിട്ടൊരു മഹാനുണ്ട്. പേരെന്താ? മറക്കരുത്, ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ്. ഒരു ദിവസം 1000 സുന്നത്ത് നിസ്കരിക്കും, 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. നമ്മൾ ഫർളിൻ്റെ മുമ്പും ശേഷമുള്ള സുന്നത്ത് വരെ നമ്മൾ നിസ്കരിക്കണില്ല. നമുക്കതിനെ ഭയങ്കര ഭാരമാണ്. കാരണം എന്താ? നമ്മൾ യഥാർത്ഥത്തിൽ മുനാഫിക്കീങ്ങളാണ്. അല്ലാഹു നമുക്ക് പുറത്തു തരുന്ന് നമ്മളെ നന്നാക്കുമാറാകട്ടെ. നമ്മൾ നന്നാക്കണം. അതായത് ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു കൊതിയോടുകൂടെ, അതായത് ഞാൻ പ്രണയിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ റബ്ബിനോട് സംസാരിക്കാൻ കൊതിയായിട്ടേ. അങ്ങനെയല്ലേ? ഇപ്പോൾ ഈ നിക്കാഹ് നടത്തി വെച്ചു, കല്യാണം കഴിഞ്ഞിട്ടില്ല, നിക്കാഹ് നടത്തിയിട്ട് വീട്ടിലൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ ഉമ്മയുടെ കൂടെ പണിക്ക് കാണുമോ? കിച്ചണിൽ പണിക്കുണ്ടാവുമോ? വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കാണുമോ? തലേന്ന് ഒരു ഉമ്മി 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 വിശക്കണം ഉമ്മി എന്ന് പറഞ്ഞു കിടന്ന പുള്ളക്ക് വിശപ്പില്ല, ദാഹമില്ല, വെള്ളം കുടിക്കണ്ട, മൂത്രം ഒഴിക്കണ്ട, ഒന്നും ചെയ്യണ്ട. കാരണം എന്താ? അവൾ 24 മണിക്കൂറും ഫോണിലാണ്. ഇക്കാക്ക ഞാൻ എപ്പോഴാണ് നമ്മുടെ കല്യാണം, ഞാൻ ദൂരം നാളുണ്ട്, ഒരു 2 മാസമൊക്കെ കാത്തിരിക്കണ്ട. എന്താ ഈ സംഗതിയുടെ കാരണം? പ്രണയമാണ്. എടാ, നമ്മൾ അള്ളാനെ ആരാധിക്കുന്നത് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും നിസ്കരിച്ചില്ലെങ്കിൽ അള്ള പിടിച്ച് ചട്ടിയിലിടുമെന്ന് കരുതിയിട്ടല്ലേ? അല്ലാണ്ട് അള്ളാനെ പ്രണയിച്ചിട്ട് എൻ്റെ റബ്ബിനോട് സംസാരിക്കാൻ, എൻ്റെ റബ്ബ് എൻ്റെ മുമ്പിൽ ഇതാ നിൽക്കുകയാണ്, ഞാനും എൻ്റെ റബ്ബിനിടയിൽ മറയില്ലാതായിട്ടുണ്ട്, ഞാനൊന്ന് വർത്താനം പറയട്ടെ, കൊതിച്ചുകൊണ്ട് നിസ്കരിക്കണം എത്ര പേരുണ്ട്. അങ്ങനെ ഒരു പുതുമണവാട്ടിയുടെ അവസ്ഥയായിരിക്കണം നമുക്ക് അള്ളാനോട് വർത്താനം പറയാൻ. ആ അവസ്ഥയിൽ നിന്നിട്ട് 1000 റക്അത്ത് ഒരു ദിവസം മഹാനായ ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുമായിരുന്നു. കിടക്കാൻ നേരത്ത് വിരിപ്പിനോട് പറയും, മോനെ എനിക്ക് കൊതിയായിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഈ കിടക്കണതേ, കിടക്കണ്ടേന്ന് കരുതിയിട്ട് ഇച്ചിരി നേരം കിടക്കണതാ. വേഗം ചാടി എണീറ്റ് നിസ്കരിക്കും. ഇത്തിരി നേരം ഉറങ്ങിയിട്ട് വേഗം ചാടി എണീറ്റ് നിസ്കരിക്കും. ഇങ്ങനെ നിസ്കരിച്ച മഹാനെ വഫാത്താകാൻ പോവുക. വഫാത്താകാൻ നേരത്ത് ഭയങ്കര കരച്ചിൽ, തേങ്ങി കരയാണ്. അപ്പണ്ട് കുടുംബക്കാർ ചോദിക്കണം, അല്ല സയ്യിദി എന്താണ് ഇങ്ങനെ പ്രശ്നം, എന്താണ് വല്ല കടവ? അതൊന്നും എനിക്ക് വിഷയമല്ല കേട്ടോ, കട അങ്ങനത്തെ സംഗതിയൊന്നും എനിക്ക് വിഷയമല്ല. എനിക്ക് സൂറത്തുൽ മാഇദയിൽ 27-ാമത്തെ ആയത്ത് എൻ്റെ വിഷയം. അള്ളാഹ് പറയുന്നുണ്ട്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വ ഉള്ളവരിൽ നിന്ന് മാത്രമേ പടച്ചോൻ സ്വീകരിക്കുന്ന. എനിക്ക് തഖ്വയുണ്ടോന്ന് പേടിയാ. എൻ്റെ അമല് പടച്ചോൻ ഏത് ഡെയിലി 1000 റക്അത്ത് നിസ്കരിക്കുന്ന അള്ളാൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനായി കരയണത്. നമ്മൾ എന്താ മക്കളെ ചെയ്തത്? ഈ റമദാന് വേണ്ടി നമ്മളെന്തോ ഒരുക്കി വെച്ചത്? ഈ റജബ് കഴിഞ്ഞു പോയി, ശഅബാൻ 15 കഴിഞ്ഞു പോയി, നമ്മളെന്തോ ഒരുക്കി വെച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്? എന്താ നമ്മൾ ചെയ്യണത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്? എന്നിട്ട് നമ്മൾ ഭയങ്കര ആത്മവിശ്വാസത്തിൽ എടുക്കണം. എൻ്റെ പടച്ചോൻ കാരുണ്യവാനാ, എന്നെ സ്വർഗത്തിലേക്ക് കയറ്റി ചെന്ന് കൊടുക്കാൻ.
നമുക്ക് ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ, പേടിയില്ല. രണ്ടിൻ്റെയും നടുവിലാകണം മുഅ്മിനെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിൽ പറയണില്ലേ, തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. അതായത് കിടന്നിട്ട് കിടപ്പുറക്കൂല. നമ്മൾ ചിന്തിച്ചു നോക്കി, നാളെ എനിക്കൊരു ടൂറുണ്ട്, നമുക്കൊരു ടൂർ പോകാനുണ്ട്. അപ്പോൾ കൂട്ടുകാരൻ പറയും, എടാ 5 മണിക്ക് തന്നെ എണീക്കണം കേട്ടോ, നീ 4:30 എണീക്കും. അലാറം 5 മണിക്കാണ് വെച്ചെങ്കിൽ നിനക്ക് കിടപ്പുറക്കൂല കൂട്ടുകാരുടെ കൂടെ ടൂറിന് പോകാനായിട്ട്. നീ 4:30 എണീക്കും. എന്നാൽ നീ സുബീക്ക് അലാറം വെച്ച് നോക്കിയേ, സുബീക്ക് എണീക്കാൻ പാടാ, തഹജ്ജുദിന് എണീക്കാൻ പാടാ. എന്നിട്ട് എല്ലാം കഴിഞ്ഞുകൊണ്ട് എണീറ്റിട്ട് കണ്ണ് തിരുമിയിട്ട് പറയും, അലാറം കേട്ടില്ലല്ലോ പടച്ചോനെ. എന്തേ കാരണം? നമ്മുടെ കൽബിൽ അള്ളാഹിനോട് പ്രണയമില്ല. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ. നമുക്ക് ഭാരം തോന്നുകയാണ്. എന്നാൽ മുഅ്മിനീങ്ങൾക്ക് ഭാരം ഉണ്ടാവില്ല നിസ്കരിക്കാൻ. കാരണം അവർ കൊതിച്ചിരിക്കും, എൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കാൻ എന്നെ കാത്തു നിൽക്കുന്ന സമയം. നിൻ്റെ കാമുകി നിന്നോട് പറയാൻ, എടാ ഞാൻ കൃത്യം 2 മണിക്ക് നിന്നെ വിളിക്കും. കിടന്നിട്ട് കിടപ്പുറക്കുമോ നിനക്ക് രാത്രി? ഉറങ്ങൂലല്ലോ, നീ ഉറങ്ങൂല. കാരണം എന്താ? അവൾ വിളിക്കും. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ സമയത്ത് ഭാര്യ പറയാൻ, കാക്കാ ഞാൻ 2 മണിക്ക് വിളിക്കും. അല്ലെങ്കിൽ വേണ്ട, കെട്ടിയും ഗൾഫിലാണ്, അവൻ പറയാൻ, എടി ഞാൻ ഇത്ര സമയത്ത് രാത്രി 2 മണിക്ക് നിന്നെ വിളിക്കുമെന്ന് പറഞ്ഞാൽ അവൾക്ക് പണിയെടുത്ത് ക്ഷീണിച്ചാകെ തളർന്നു ഒടിഞ്ഞു വന്ന് കിടക്കണ പെണ്ണും ഉറങ്ങൂല. കാരണം എന്താ? എൻ്റെ കാക്ക വിളിക്കും. ആ പ്രണയം കൽബിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോത്തുപോലെ കിടന്നുറങ്ങും. പ്രണയമാണ് ഇവിടെ വിഷയം. ആരോട്? അള്ളാഹിനോട് പ്രണയം വേണം. അപ്പോൾ തഖ്വ എല്ലാ മേഖലയിലും വേണം. തഖ്വ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സംഗതി ഇങ്ങനെയാണ്, ഞാൻ കാണുന്നില്ലെങ്കിലും എൻ്റെ റബ്ബ് എല്ലാം കാണുന്നുണ്ട്. എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്നേ ആ ബോധ്യത്തിൽ അമൽ ചെയ്യാൻ നമുക്ക് കഴിയണം. നാട്ടുകാരെ കാണിക്കാനാകരുത്. നാട്ടുകാരെ കാണിക്കാനാകരുത്. എൻ്റെ റബ്ബിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനില്ല. അയൽവക്കത്തുള്ളവർ എന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും? എടാ എന്നെങ്കിലും അള്ള എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ റബ്ബ് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? എന്നെക്കുറിച്ച് എൻ്റെ റബ്ബ് എന്ത് മനസ്സിലാക്കും? അതായത് ആ ഒരു വൈകാരികമായ ബോധ്യം നമുക്ക് വേണം. ഇപ്പോൾ കോളേജ് ലൈഫിലൊക്കെ പിള്ളേരെ എല്ലാ തോന്നിവാസവും നടക്കുമ്പോഴത്തേക്കും അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു അലമ്പ് നടക്കുമ്പോൾ മക്കൾ പറയണം, എൻ്റെ പടച്ചോന് ഇത് ഇഷ്ടമല്ല കേട്ടോ, ഞാനില്ല. ഇന്നത്തെ കോളേജ് ലൈഫ് തട്ടോടാൻ മടിക്കണ പിള്ളേർ തല മറക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. എന്തിനാ തല മറച്ചിട്ട്? ആ മക്കളെല്ലാം നമുക്ക് വാർത്തെടുക്കേണ്ടത്. നമ്മുടെ കുട്ടികൾ പറയണം, ആരെങ്കിലുമൊക്കെ തോന്നിവാസങ്ങൾക്ക് നിർബന്ധിക്കുമ്പോൾ എൻ്റെ റബ്ബിന് അത് ഇഷ്ടമല്ല, ഞാനില്ല എന്ന് പറയണ മക്കൾ നമുക്ക് കിട്ടണം. മഞ്ഞക്കല്യാണം, ചുവപ്പ് കല്യാണം, ഒരു കല്യാണം കുടുംബത്തിലുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാത്തിനും തുള്ളാൻ നമ്മൾ നേരത്തെ പോവാ. നമ്മൾ തുള്ളലുകാരല്ലേ? എന്നാൽ ഏതെങ്കിലും ഒരു തോന്നിവാസം അവിടെ നടക്കുമ്പോൾ ഞാനതിനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? എന്തേ കാരണം? ഉള്ളിൻ്റെ ഉള്ളിൽ തഖ്വയില്ല. തഖ്വ വേണം. ഈ പറയണ ഞാനടക്കം നന്നാകണം. എന്നിട്ട് നിങ്ങളോട് പറയണുള്ളൂ, തഖ്വയാണ് ഇമ്പോർട്ടൻ്റ്. ആ സംഗതി എൻ്റെ റബ്ബിന് ഇഷ്ടമല്ലെങ്കിൽ ഞാനില്ല. എൻ്റെ ഇഷ്ടത്തേക്കാൾ എനിക്ക് വലുത് 70 ഉമ്മയുടെ സ്നേഹം. എൻ്റെ ഉമ്മയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്തില്ലുമ്പോൾ എൻ്റെ ഉമ്മ എന്നെ കണ്ടാൽ മൈൻഡ് ചെയ്യൂല. ഈ പറയുന്ന ഷാഫി ഇംദാദിയുടെ ഉമ്മ മരിച്ചുപോയി. ഇന്നും എനിക്ക് ഉമ്മാനെ ഓർക്കുമ്പോൾ കണ്ണീര് വരും. അത്രമേൽ എന്നെ സ്നേഹിച്ച ഒരാൾ വേറുണ്ടോ? എൻ്റെ പൊന്നുമ്മയല്ലേ? അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കും. പക്ഷേ ഈ ഉമ്മ നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ മക്കളെ തിരിഞ്ഞു നോക്കുമോ? കാരണം എല്ലാവരും നഫ്സി 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 നഫ്സി. എന്നാൽ 70 ഉമ്മയേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരുത്തനുണ്ട്, അത് റബ്ബുൽ-ആലമീനായ തമ്പുരാനാ. ആ റബ്ബുൽ-ആലമീൻ ഇഷ്ടമല്ലെങ്കിൽ ഞാനില്ല. ഒരു മഞ്ഞക്കും ഞാനില്ല, ചുവപ്പിനും ഞാനില്ല. കല്യാണം എന്ന് പറയുന്ന സുന്നത്തിനെ നാണക്കേടാക്കുന്ന, അതിൽ ഹറാമ് മിക്സ് ചെയ്യുന്ന ഒരു പേക്കൂത്തിനും ഞാനില്ല എന്നുള്ള ബോധ്യം നമുക്ക് എത്ര പേർക്ക് വരും? സംഗതി കുടുംബക്കാരുടെ കല്യാണമായിരിക്കും, ആരുടെ ആണെങ്കിലും ഞാനില്ല. അവരെന്ത് വിചാരിക്കും? അവരെന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ട്. എൻ്റെ റബ്ബെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? അതെന്തെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. അപ്പോൾ നല്ല ഇത് ഒറ്റയടിക്കുന്നുണ്ടാകുന്ന സംഗതിയല്ല മക്കളെ. നല്ല കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ അജാതി കഷ്ടപ്പാട് വേണം. 2 കാര്യങ്ങളും മെയിനായിട്ട് വേണം തഖ്വ ഉണ്ടാകാൻ. ഇംതിസാലു അവാമിരില്ല, അള്ള കൽപ്പിച്ചത് ചെയ്യണം. അതുപോലെ വജ്തിനാബു നവാഹി, അള്ള വിരോധിച്ചത് ഒഴിവാക്കുകയും വേണം. 2 സംഗതികൾ പറഞ്ഞു അല്ലേ? കൽപ്പിച്ചത് അനുസരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു തരം അനുസരിക്കുക എന്ന് പറഞ്ഞ ഒരു പേടിച്ചുകൊണ്ട് ചെയ്യാന്നല്ല, ഒരു സ്നേഹത്തോടെയുള്ളൊരു ബാന്ധവമാണ്. അതായത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ 2 തരം ഭാര്യമാരുണ്ട്. 2 തരം ഭാര്യമാർ. ഈ സ്നേഹമുള്ള ഭാര്യ ഉണ്ടാവും, സ്നേഹമില്ലാത്ത ഭാര്യ ഉണ്ടാവും. സ്നേഹമില്ലാത്ത ഭാര്യയുടെ പ്രശ്നം എന്താ? അവൾ ഇപ്പോൾ വീട്ടിൽ നിൽക്കാൻ പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് കെട്ടിയവൻ്റെ അടുത്തേക്ക് വരാൻ അവൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അവിടെ നിന്നുകൊണ്ട് ഇപ്പം ചെന്നാൽ അടുക്കളപ്പണിയാണ്. മൂപ്പരിക്കാണെങ്കിൽ എപ്പോഴും രാവിലെ പുട്ടും കടലയും വേണം, പുരിയും കിഴങ്ങും വേണം. മനുഷ്യന് ഇവിടെ പറ്റാണ്ടായി എടുത്ത് എന്ത് ഉണ്ടാക്കി കൊടുത്താലും ഒരു നല്ല വാക്കും പറയൂല. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ കുറ്റങ്ങളായിരിക്കും. എന്നാൽ സ്നേഹമുള്ള ഭാര്യ ഇതേ സംഗതി തന്നെ വേറൊരു ടോണിൽ പറയും.
പാവൻ്റെ ഇക്കാക്ക ഞാൻ പുട്ടും കടല ഉണ്ടാക്കാണ്ട് ആ പാവൻ തിന്നൂല, ഞാനൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാണ്ട് അത് കുടിക്കൂല. എന്നാൽ സ്നേഹമില്ലാത്ത ആളാണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് സാധനം എടുക്കൂലെന്നേ, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കണം. മറ്റേത് വേറെ ടോണിലാണെങ്കിൽ പാവം അടുക്കളയിലോട്ട് പോയിട്ടൊരു സാധനം എടുക്കൂലെന്നേ, ഞാൻ കൊടുത്താലത് കുടിക്കുള്ളൂ, പാവം എൻ്റെ കൈ കൊണ്ട് തന്നെ അതിന് കിട്ടണം. ഈ ഒരു ബന്ധമാണ് നമ്മൾ തമ്മിൽ വേണ്ടത്. അള്ളാഹ് പറഞ്ഞു, അള്ളാഹ് എന്നെ ചട്ടകം വെച്ച് പഴിപ്പിക്കുമെന്ന് കരുതി പേടിച്ചിട്ട് അമലിയലല്ല. എൻ്റെ റബ്ബ് എന്നെ പടച്ച 70 ഉമ്മയേക്കാൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നാഥൻ, അവൻ്റെ ഇഷ്ടം ഞാൻ അനുസരിക്കും. അവൻ എന്നോട് വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ വ്യഭിചരിക്കൂല, അവൻ എന്നോട് ഹറാമിലേക്ക് നോക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കൂല, അവൻ കള്ളുകുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുടിക്കൂല. അവൻ്റെ ഇഷ്ടത്തിൽ അങ്ങനെ നമ്മളായി മാറണം. ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുന്ന സംഗതിയൊന്നുമല്ല. ചിലപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ക്ലാസ്സൊക്കെ കേട്ടിരുന്നു, ഒരു 10 ക്ലാസ് കേട്ടപ്പോൾ തന്നെ കെട്ടിയോളൂ ചോദിക്കണം, നിങ്ങളിപ്പോൾ ഡെയിലി ക്ലാസ്സൊക്കെ കേൾക്കണ്ടല്ലോ, എന്നിട്ട് ഇപ്പോൾ നന്നായില്ലല്ലോ. ഇത് മെഷീനൊന്നുമല്ല, മനുഷ്യന്മാരാണ്. ഇത് ചിലപ്പോൾ കെട്ടിയന്മാരും ചോദിക്കും, നീ ഇപ്പോൾ ഡെയിലി സ്വഭാവലേറൊക്കെ കണ്ടിട്ട് നിൻ്റെ സ്വഭാവത്തിനൊരു മാറ്റമില്ലടി. ഇതൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുന്ന സംഗതിയൊന്നുമല്ല. ഇത് ഇച്ചിരി കഷ്ടപ്പാടൊക്കെ വേണം. കഷ്ടപ്പെട്ടാൽ അള്ളാഹു ഫലം തരും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. വിരോധിച്ചതിൽ നിന്ന്, എൻ്റെ റബ്ബിന് ഇഷ്ടമല്ലാത്തതിൽ നിന്ന് ഞാനത് ചെയ്യൂല, ഞാൻ മാറിയിരിക്കുകയാണ്. പിന്നെ ദുആയാണ്, അല്ലാഹുമ്മ ജഅൽനി മിനൽ മുത്തഖീൻ. അറബിയിലോ മലയാളത്തിൽ എങ്ങനെ വേണമെങ്കിലും പഠിച്ചവനെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അപ്പോൾ ദുആയും വേണം. ദുആ മാത്രം പോരാ, പ്രവർത്തനം വേണം. മൻ ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. എൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെട്ടാൽ, നമ്മുടെ മാർഗത്തിൽ കഷ്ടപ്പെട്ടാൽ നമ്മൾ വഴി കാണിച്ചു തരും. അള്ളാഹ് പറയാ, വഴി കാണിച്ചു തരും. അതിന് കഷ്ടപ്പെടണം, ദ്വാരക്കണം. ഇനി മറ്റൊരു പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥന? ആ പ്രാർത്ഥന ചൊല്ലിയ നമ്മൾ മുത്തക്കീങ്ങളാകും, നമ്മുടെ ഭാര്യ ആകട്ടെ ഭർത്താവാകട്ടെ അവർ മുത്തക്കിയാകും, മക്കളും നന്നാവും. വെറുതെ ദ്വാരന്നിട്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല കേട്ടോ, പ്രവർത്തിക്കണം. ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥനയാണ്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിന, റബ്ബന ഹബ് ലനാ, നീ ആക്കിത്തരണമേ, മിൻ അസ്വാജിന, എൻ്റെ ഇണയെ, അത് ഭാര്യയാണെങ്കിൽ ഭർത്താവ്, ഭർത്താവാണെങ്കിൽ ഭാര്യ അല്ലേ, എൻ്റെ ഇണയെ നീ ആക്കിത്തരണമേ, വദുർരിയാതിന, എൻ്റെ മക്കളെ നീ ആക്കിത്തരണമേ, ഖുർറത അയുൻ, കൺകുളിർമയുള്ളവരാക്കണേ. അവരെ കാണുമ്പോൾ തന്നെ സന്തോഷം, ആ മക്കളുടെ പ്രവർത്തനം കാണുമ്പോൾ തന്നെ സന്തോഷം, കെട്ടിയോൻ്റെ പ്രവർത്തനം, കെട്ടിയോക്കടെ വർത്താനം കേൾക്കുമ്പോൾ തന്നെ സന്തോഷം. ഇത് സന്തോഷം പോയിട്ട് കെട്ടിയോക്കടെ ഉള്ളവർന്ന് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിൽക്കാത്ത പോലെ ഓടിപ്പോകുന്നൊരവസ്ഥയാണ് പല ആളുകൾക്കുള്ളത് എന്ന് കമൻറ്റ് ബോക്സിൽ പലരും ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്തരം റീൽസൊക്കെ ഇടുമ്പോഴേ ചില ആളുകൾ അടിയിൽ വന്നിട്ട് വലിയ കമൻറ്റുകളൊക്കെയാണ്. എന്നാൽ അങ്ങനെയല്ല, കൺകുളിർമയുള്ള അവസ്ഥ ഉണ്ടാകണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഇമാമായി ഞങ്ങളെ മാറ്റണം. ആരെ? വാപ്പാനും ഉമ്മാനും. മക്കളെ നന്നാക്കണമെന്ന് പറഞ്ഞു. പക്ഷെ മക്കൾ നന്നാകണമെങ്കിൽ മുത്തഖീങ്ങൾക്ക് മുമ്പിൽ നടക്കുന്നവരായി, ഔലിയാക്കളുടെ മുമ്പിൽ നടക്കുന്നവരായി ബാപ്പായും മക്കളും മാറണം, ബാപ്പായും ഉമ്മായും മാറണം. ദുആയിരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല, എന്നാൽ ദുആയും വേണം. അക്കൂട്ടത്തിൽ ബാപ്പയും ഉമ്മയും നന്നാകണം. ബാപ്പയും ഉമ്മയും നിസ്കരിച്ച് കാണിച്ചു കൊടുക്കണം, ബാപ്പയും ഉമ്മയും ഖുർആൻ ഓതി കാണിച്ചു കൊടുക്കണം, ബാപ്പയും ഉമ്മയും മൗലിദ് ഓതി കാണിച്ചു കൊടുക്കണം, ബാപ്പയും ഉമ്മയും സ്വലാത്തിൽ കാണിച്ചു കൊടുക്കണം, ബാപ്പയും ഉമ്മയും നല്ലത് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. ചിലപ്പോൾ അയൽവക്കത്തുള്ള ആളുകൾ നമ്മൾ തെറി പറയുന്നുണ്ടാവും. മക്കളിത് കേൾക്കുക നമ്മളെന്താ പറയണേ? പണ്ടാനും പിടിക്കാൻ ഞാൻ പണ്ട് അത് കൊടുത്തതാണ്, എന്നിട്ട് എന്നെ തെറി പറയണം. അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അവർ പറയുന്നത് അവർ അള്ളാഹും തമ്മിലായിക്കോളും. നമുക്ക് ദേഷ്യമൊന്നുമില്ല. അത് അള്ളാഹ് കൽബിലുള്ളവരങ്ങനെ ആകണം എന്നാണ്. ഒറ്റയടിക്കാവില്ല, നമ്മൾ പരിശ്രമിക്കുക. ഇനി ആരെങ്കിലും നമ്മൾ ഉപദേശിച്ചാൽ നമ്മൾ കളിയാക്കാനും പോകരുത്, നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു. അള്ളാഹു നമ്മളെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ റമദാനിന് മുമ്പ് നമ്മൾ ഈ നനച്ചുകുളി കൽബിലൊന്ന് നടത്തണം, തഖ്വ ഒന്ന് ആർജിച്ചെടുക്കണം, അള്ളാഹ് കൽപ്പിച്ചത് അനുസരിക്കണം, അള്ളാഹ് വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കണം. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഈമാനുള്ളവരെ, നിങ്ങൾക്ക് എന്തിനാ നോമ്പ്? നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയിട്ട്, അല്ലാതെ നിങ്ങളെ പട്ടിണി കിടത്തി കൊല്ലാനൊന്നുമല്ല. നിങ്ങളെ പട്ടിണി കിടത്തി കൊല്ലാനൊന്നുമല്ല ഈ നോമ്പ്, നിങ്ങൾ മുത്തഖീങ്ങളാകാനാ, കൽബ് നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ നോമ്പ് പിടിക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. വരും ദിവസങ്ങളിൽ അതിൻ്റെ അസറാറുകൾ, അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. അപ്പോൾ സ്വഭാവൽ ഹൈറിലെ ഈ വിഷയം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരാൾ പോലും ഇത് ഷെയർ ചെയ്യാതിരിക്കരുത് ഈ വീഡിയോ. കാരണം ഒരാൾക്കെങ്കിലും മാറ്റം ഉണ്ടായില്ല, നമ്മൾ രക്ഷപ്പെട്ടില്ലേ. അള്ളാഹു സ്വീകരിക്കട്ടെ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. നോമ്പ് നിർബന്ധമായത് ഹിജ്റയുടെ എത്രാമത്തെ വർഷമാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി
عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഇതിൻ്റെ മിസ്ൽ സവാബ് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാ. പാപികളാണ്, ദോഷികളാണ്, ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്തവരാണ് റബ്ബേ. ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ. ഖൽബ് നന്നാക്കണേ അല്ലാ. നല്ല റാഹത്തായി റമദാനിനെ സ്വീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഇണകളെ നന്നാക്കണേ അല്ലാ. പടച്ചവനെ, മക്കളെ നന്നാക്കണേ അല്ലാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ. എല്ലാവിധ പരീക്ഷകളിലും ഉന്നത വിജയം നീ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, കടങ്ങൾ ഏറ്റെടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം നൽകണേ അല്ലാ. കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവരുടെയും ബർസഖി ജീവിതം നന്നാക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട്, നിൻ്റെ ഔദാര്യം കൊണ്ട് സ്വബാഹുൽ ഖൈർ കുടുംബത്തെ അടക്കം നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.